എനിക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ റീസെന്റ് അല്ല, ഞാൻ അടുത്ത കാലത്തും അല്ല, ഫ്രഷ് പെർഫ്യൂമിൽ ഒരു യുണീക്കാണ് ഈ ഒരു മണം. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത ഒരു DNA. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. വളരെ യുണീക്ക്, അൾട്രാ യുണീക്ക് ആയിട്ടുള്ള DNA. നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ സങ്കല്പിച്ചാലും ഇത് ട്രൈ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ചെയ്യാൻ പോകുന്നത്. മാൻസറയുടെ ഒരു പെർഫ്യൂമാണ്. മാൻസറയുടെ ഫ്രഞ്ച് റിവേര 2022 ലോഞ്ച് ചെയ്തത്. പെർഫ്യൂം മേക്ക് ചെയ്തത് പിയറി മൊണ്ടാൽ. അറിയാം, പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂം ഒരു ഫ്രഷ് അക്വാട്ടിക് മിനറൽ സോൾട്ടി പ്രൊഫൈൽ വരുന്നൊരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഇതൊരു ഫ്രഷ് അക്വാട്ടിക് മിനറൽ ടൈപ്പ് DNA ആണ് വരുന്നത്. മാൻസറയുടെ ലൈനപ്പിൽ സിദ്രാത് ബോസെ, ടോങ്ക കോള, അമോർ കഫേ, അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരെണ്ണമാണ് ഫ്രഞ്ച് റിവേര കുറെ കൂടി ഹൈപ്പ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ പറഞ്ഞതിൽ. കാരണം ഒരുപാട് ആളുകൾ വാങ്ങി റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായം പറയുന്നൊരു പെർഫ്യൂമാണ്. ഞാൻ ഇങ്ങനെയുള്ളൊരു പെർഫ്യൂമിനോട് താല്പര്യം കാണിക്കാൻ എനിക്കിഷ്ടമെന്ന് പറയുന്നത്, ഞാനൊരു ഫ്രഷ് പെർഫ്യൂമിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. കൂടുതലും സ്വീറ്റ്, സ്പൈസി, വുഡി നോട്ടിനേക്കാൾ എന്നും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത്, എൻ്റെ മനസ്സിന് ഇണങ്ങുന്നത് എപ്പോഴും ഫ്രഷ് DNA. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് മണം അത് ഏത് പെർഫ്യൂം ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈ ഫ്രഞ്ച് റിവേര, പേര് തന്നെ റിവേര, ഒരു സുഖവാസ കേന്ദ്രം, അല്ലെങ്കിൽ കടലിനോട് ചേർന്ന ഒരു സുഖവാസ കേന്ദ്രം എന്ന് പറയാം. അപ്പം അതും ഈ പെർഫ്യൂമുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഏകദേശം നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കയ്യിലിരിക്കുന്ന ടെസ്റ്റർ ബാച്ചാണ്, ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ബാച്ച് കോഡും കാര്യങ്ങളും ഉണ്ട്. വേറെ ഒന്നുമില്ല, ടെസ്റ്റർ ബാച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ആഡംബരങ്ങളൊന്നും ബോക്സിൽ കാണാനില്ല. അതാണ് വൈറ്റ് ബോക്സ്. ബോട്ടിൽ വരുന്നത് ഈ ഡിസൈനിലാണ്. ഇതിന്റെ കളർ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഇതൊരു ഉള്ളിലോട്ട് പോകുന്തോറും കടലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് പോകുന്തോറും കടലിന്റെ അഗാധം, ആഴം, വ്യാപ്തി വ്യക്തമാക്കുന്ന തരത്തിലുള്ള കളർ ടോൺ. തീരത്തോടടുക്കും തോറും കടലിന്റെ ഒരു കളറിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട് മാറും, ബോട്ടിലായിട്ട് മാറും. ഇതാണ് കളർ തീം. നമുക്ക് ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഓഷ്യാനിക്, സോൾട്ടി, മറൈൻ, ഔട്ട് ഓഫ് ദ ഷവർ ടൈപ്പ് DNA ആണ്. ഈ ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഒരുപാട് ഫ്രഷ് പെർഫ്യൂംസ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ സ്നിഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഫ്രഷ് പെർഫ്യൂമിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരിക എന്നുള്ളത് അല്പം ടാസ്ക്കാണ്. കാരണം എല്ലാറ്റിനും ഈ പറഞ്ഞ സിട്രസ് നോട്ട് ഉണ്ടാവും, മറൈൻ നോട്ട് ഉണ്ടാവും, അക്വാട്ടിക്, കലോണെ, അല്ലെങ്കിൽ ടാങ്കറിൻ, അല്ലെങ്കിൽ ബെർഗമോ. ഈ നോട്ട് കൊണ്ട് വരുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു പെർഫ്യൂമുമായിട്ട് ഒരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയുള്ള പെർഫ്യൂമിനോട് വലിയ താല്പര്യമില്ല. കാരണം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് മറ്റൊന്നിനോട് സാമ്യം തോന്നിപ്പിക്കുന്നെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പെർഫ്യൂം എപ്പോഴും യുണീക്ക് ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലേ നമുക്ക് ഇഷ്ടപ്പെടൂ. കാരണം ഓൾറെഡി കയ്യിലുള്ള ഒരു DNA ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ അത് വರ್ತല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഓറഞ്ച്, ലെമൺ, ടാങ്കറിൻ, ജിഞ്ചർ, പെപ്പർ. മിഡിൽ നോട്ടിൽ വരുമ്പോൾ സീ നോട്ട്, ടിയറെ ഫ്ലവർ, പൈൻ ട്രീ, മിമോസ, വെട്ടുവേർ. ബേസ് നോട്ടിൽ സീ സോൾട്ട്, വൈറ്റ് മസ്ക്, അംബർ. ഇത്രയാണ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ട്രൈ ചെയ്യാം. മാൻസറുടെ ഓട്ടോമൈസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നല്ല പ്രഷറൈസ് ചെയ്ത ഓട്ടോമൈസറാണ്. ഓക്കെ, എനിക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ റീസെന്റ് അല്ല, ഞാൻ അടുത്ത കാലത്തും അല്ല, ഫ്രഷ് പെർഫ്യൂമിൽ ഒരു യുണീക്കാണ് ഈ ഒരു മണം. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത ഒരു DNA. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. വളരെ യുണീക്ക്, അൾട്രാ യുണീക്ക് ആയിട്ടുള്ള DNA. നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ സങ്കല്പിച്ചാലും ഇത് ട്രൈ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആയിരുന്നല്ലോ, നോട്ട് വായിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ പ്രതീക്ഷിച്ചത്, അതൊന്നും അല്ല എൻ്റെ മണം. നിങ്ങൾ എന്ത് വിചാരിച്ചാലും, നിങ്ങൾ ഏതെങ്കിലും പെർഫ്യൂം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പെർഫ്യൂം അല്ല കേട്ടോ എൻ്റെ മണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സായിപ്പിന് എനിക്ക് തോന്നുന്നു ഈ ജിഞ്ചറിന്റെ മണം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. നമുക്കറിയാം ഈ ഇഞ്ചിയുടെ മണം എന്താണെന്നും, കുരുമുളകിന്റെ മണം എന്താണെന്നും, ഏലക്കയുടെ മണം എന്താണെന്നും, രാമച്ചത്തിന്റെ മണം എന്താണെന്നും ഒക്കെ നമുക്ക്, ഓറഞ്ചിന്റെ മണം മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് ഈ മണങ്ങളൊക്കെ വളരെ പരിചിതമാണ്. നമ്മളിതെല്ലാം ദിവസവും അടുക്കളയിലെ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നമ്മൾ ദിവസവും മണത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണങ്ങളൊക്കെ വളരെ ഫെമിലിയർ ആണ്. പക്ഷെ സായിപ്പ് പറഞ്ഞാൽ അത് ജിഞ്ചർ അല്ല, ഇതൊന്നും അല്ല, ജിഞ്ചറൊന്നും അല്ല. ഇത് ശരിക്കും ഒരു മിനറൽ സ്മെല്ല, അത് അക്വാട്ടിക് മിനറൽ സ്മെല്ല്. എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയണം. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അതൊരു സിട്രസ് നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല എനിക്ക് കിട്ടുന്നത്. എന്റെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ സിട്രസ് നോട്ട് ഒന്നും, ഓറഞ്ചിന്റെ മണമോ അല്ലെങ്കിൽ നാരങ്ങയുടെ മണമോ അല്ലെങ്കിൽ ഓറഞ്ച് ഫലവൃക്ഷങ്ങളുടെ മണങ്ങളോ അതൊന്നുമില്ല.
വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സി നോട്ട് ഇതിനകത്ത് കലോണ എന്നുള്ള അക്വാഡീജിയോ ലൈനപ്പ് ചേർത്തിരിക്കുന്നത് കലോണ നോട്ടും അല്ല ചേർത്തിരിക്കുന്നത്. ഇത് വേറെ എന്തോ ഒരു പ്രത്യേക ഒരു മണം. എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നത്, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ അഗർബത്തി ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ ചന്ദനത്തിരിക്ക് എപ്പോഴും ഈ ഒന്നുകിൽ സാൻഡൽവുഡിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള സുഗന്ധ തടികളുടെ ഒക്കെ മണമായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, കടൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ചന്ദനത്തിരി കത്തിക്കുമ്പോൾ എന്ത് മണമായിരിക്കും വരിക? എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. കടൽ വെള്ളം കൊണ്ട് കടലിലെ കാറ്റും കടലിലെ വെള്ളത്തിന്റെ മണവും തിരമാല അടിക്കുമ്പോൾ വീഴുന്ന തൂവാനകളുടെ ഒരു മണവും അതൊക്കെ ചേർത്ത് ഒരു ചന്ദനത്തിരി ആക്കിയിട്ട് ആ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ഒരു മണം വരില്ലേ, അതാണ് ശരിക്കും ഇതിലെ ഒരു മണം. ഒരു പൗഡറി സ്മെല്ല്, അതുപോലെ തന്നെ ഒരു ഓഷ്യാനിക് ഫീൽ കിട്ടുന്നുണ്ട്. പെർഫ്യൂം എപ്പോഴും നമ്മളെ ഒന്ന് കണക്ട് ചെയ്യണം. മണം എത്ര നല്ലതായിട്ടും കാര്യമില്ല, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടണം, ഒരു കണക്ഷൻ ഉണ്ടാവണം. ഒരു പെർഫ്യൂമർ എപ്രകാരമാണ് അയാളുടെ വികാരങ്ങളെ ചേർത്തുകൊണ്ട് ഒരു പെർഫ്യൂമിൽ മേക്ക് ചെയ്തത്, അത് ഒരു കസ്റ്റമർ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും അതേ വികാരങ്ങൾ ഉണരണം, അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടണം. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഈ ഒരു പെർഫ്യൂമിൽ കിട്ടി. ഒരുപാട് പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, ദിവസവും ട്രൈ ചെയ്യുന്നുണ്ട്, ദിവസവും വാങ്ങുന്നുണ്ട്. ചില പെർഫ്യൂമൊക്കെയാണ് മനസ്സിന് ഒന്ന് ഇണങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടുന്നത്. ചിലർക്ക് നല്ല മണമായിരിക്കും, പക്ഷെ എന്തോ വീണ്ടും വാങ്ങാനൊന്നും പ്രേരിപ്പിക്കില്ല. പക്ഷെ ഇത്തരം പെർഫ്യൂം വളരെ ലൈറ്റ് ആണ്. ഞാൻ അങ്ങനെ കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെർസാച്ചെ പോർഹോം വളരെ സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂം, കോസ്റ്റ്ലി ഒന്നുമല്ല. ഷാനിൽ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം, ഡോൾച്ചൻ ഗബാന ലൈറ്റ് ബ്ലൂ ഇന്റൻസ്, അക്വാഡിജിയോ, പ്രൊഫോണ്ടോ, എസൻസ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്, പക്ഷെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇത്തരം പെർഫ്യൂമിലൊക്കെയാണ് അങ്ങനെ ഒരു ഫീൽ കിട്ടിയത്. മാൻസറ, ഫ്രഞ്ച് റിവിയറ അതുപോലത്തെ ഒരു ഫീലാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ സി നോട്ടാണ് കൂടുതലും വരുന്നത്. സോൾട്ടി സ്മെല്ലുണ്ട്, ഉപ്പിന്റെ ഒരു മണം. ഇതെല്ലാം ഒരു നല്ല രീതിയിലാണ് പറയുന്നത്. സോൾട്ട് നമുക്ക് ഉപ്പെടുത്ത് വീട്ടിൽ കണ്ണാടിക്കുപ്പി തുറന്ന് ഉപ്പെടുത്ത് മണത്തുമ്പോൾ കിട്ടുന്ന ഒരു മണമല്ല. അത് പെർഫ്യൂമിന് വേറെ ചില നോട്ടുകളായിട്ട് ചേരുമ്പോൾ ഒരു മണം വരും, സോൾട്ടി നോട്ട്. നമുക്കൊരു ശരിക്കും ഒരു ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീൽ തന്നെയാണ്. അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ഓർമ്മയും ഫീൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ലിനൻ ഷർട്ടൊക്കെ ഇട്ട് ബീച്ചിലേക്ക് നടന്നിറങ്ങുന്ന ഒരു ഫീൽ. ഒരു 10-11 മണി കഴിഞ്ഞ്, രാവിലെ ഒരു 10-11 മണി കഴിഞ്ഞ് ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം. മനസ്സിന് ചിലപ്പോൾ ഒരു പ്രഷർ അല്ലെങ്കിൽ വേദന, ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കാറില്ലേ. അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ എന്ത് പറ്റും, വളരെ പോസിറ്റീവായിട്ട് ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതുപോലെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് ഫ്രഞ്ച് റിവിയറ. കൂടുതൽ നോട്ടുകളൊന്നും എനിക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ജിഞ്ചർ നോട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നോട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കിത് 100% ഒരു അക്വാട്ടിക് പെർഫ്യൂം. അക്വാട്ടിക് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഓറഞ്ചോ സിട്രസ് നോട്ടോ ചേർക്കാത്തതും അല്ലെങ്കിൽ കലോണ പോലുള്ള നോട്ടുകൾ ചേർക്കാതെ കറക്റ്റായിട്ട് ഒരു കുപ്പി നിറയെ കടൽ വെള്ളം നിറച്ച് അതൊരു ചന്ദനത്തിരിയാക്കി, ആ കടൽ വെള്ളം ചന്ദനത്തിരിയിലാക്കി അത് കത്തിക്കുമ്പോൾ ഒരു മണം വരുന്നില്ല, ആ ഒരു മണമാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. ഒരു പൗഡറി സ്മെല്ലുണ്ട്, മസ്കി സ്മെല്ലുണ്ട്, ക്ലീൻ ആണ്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള DNA ഒന്നുമില്ല. വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കണ്ണീര് പോലെ തെളിഞ്ഞ ഒരു മണം. ഒരുപാട് അഗാധമായിട്ട് നമ്മൾ പഠിച്ചിറങ്ങേണ്ടതല്ല, അഗാധമായിട്ട് സ്നിഫ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് വേണം. വളരെ യൂണീക്ക് പെർഫ്യൂം എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. 10 പേര് സ്മെല്ല് ചെയ്യുന്ന സാധനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ കിട്ടണമെങ്കിൽ അത് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തില്ല. എപ്പോഴും 10 പേര് അടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇത്തരം പെർഫ്യൂം ഒക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഞാനും പൈസ കൊടുത്ത് പെർഫ്യൂം വാങ്ങുന്നുണ്ട്, പക്ഷെ ചിലർ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം വരുന്നുണ്ടല്ലോ, അത് എന്ത് മണമാണ്? ഒരു യൂണീക്കില്ലേ, അതുപോലെ ഒരു യൂണീക്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. എന്റെ കളക്ഷനിൽ ഞാനിത് വെക്കും. എന്റെ ഒരു ഫ്രഷ് കളക്ഷനിൽ ഞാൻ ഈ ഒരു പെർഫ്യൂം ഇത് ഡീക്കൻഡ് ആക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു ഫുൾ ബോട്ടിൽ വാങ്ങും. കാരണം ഞാൻ വലിയ രീതിയിൽ ഹൈപ്പ് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. അത് ഏത് പെർഫ്യൂം ആണെങ്കിലും ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ. അതുപോലെ തന്നെ ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള പെർഫ്യൂം എത്ര വേണമെങ്കിലും സ്പ്രേ ചെയ്യാം. നിങ്ങൾ 50 സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല, പെർഫ്യൂം തുറന്ന് കുളിച്ചാലും കുഴപ്പമില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇനോഫെൻസീവ് ആയിട്ടുള്ള സ്മെൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA. യാതൊരു തരത്തിൽ അലോസരപ്പെടുത്തുന്ന നോട്ടുകളൊന്നും ചേർത്തിട്ടില്ല. ചില സിട്രസ് നോട്ടുകൾ ചിലർക്ക് തുമ്മലുണ്ടാക്കും, പ്രത്യേകിച്ച് സൈനസൈറ്റിസ് ഉള്ളവർക്ക് ചില സിട്രസ് നോട്ടുകൾ തുമ്മലുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള നോട്ടുകളൊന്നുമില്ല. 100% ഒരു കടൽ വെള്ളം വറ്റിച്ച് അതൊരു ചന്ദനത്തിരിയാക്കി കത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം. അതിനൊപ്പം കുറച്ച് മസ്കി നോട്ടുകളും കുറെ ഫ്ലോറൽ സ്മെല്ലുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ലൈറ്റാണ്. കടൽ തീരത്ത് മാത്രം പൂക്കുന്ന വെള്ള നിറത്തിലുള്ള പൂക്കളുടെ മണവും ഒപ്പം കടലിന്റെ മണവും കടലിലെ കാറ്റും കടൽ ഉപ്പിന്റെ ഒരു ചൊവയും കടലിൽ അങ്ങേയറ്റത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളുടെ ഒരു ഫീലും. ഇതെനിക്ക് ഒരു ക്രൂയിസ് കപ്പലിലെ ഒരു ക്യാപ്റ്റനെ എനിക്ക് ഒന്ന് വരുമ്പോൾ, ഒരു ക്രൂസ് കപ്പൽ ഒരു ക്യാപ്റ്റൻ അടുത്ത് വരുമ്പോൾ ഏത് തരത്തിലുള്ള മണമായിരിക്കും എന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതുപോലത്തുള്ള ഒരു മണമായിരിക്കാം ചിലപ്പോൾ അവർ യൂസ് ചെയ്യുക. കാരണം ഇതിന് ആ ഒരു മറൈൻ ഫീല് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പറയും, ഇതൊരു ഫ്രഷ് പെർഫ്യൂം ആണല്ലോ, ഇതൊരു അക്വാട്ടിക് പെർഫ്യൂം ആണല്ലോ എന്ന് പറയുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ. ലോങ്ജിവിറ്റി ഏകദേശം ഞാൻ 8 സ്പ്രേ അടിച്ചു. എനിക്ക് 6 മുതൽ 7 മണിക്കൂർ വരെയാണ് എനിക്കിത് ഷർട്ടിലാണ് ഞാൻ അടിച്ചത് ലോങ്ജിവിറ്റി കിട്ടിയത്.
ആദ്യത്തെ 2-3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ 6-7 മണിക്കൂർ കഴിഞ്ഞാലും മണം പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. പിന്നെ ഞാനിത് ഇത്തരം അക്വാട്ടിക് പെർഫ്യൂം ഞാൻ കഴുത്തിന് താഴെ അടിക്കാറുണ്ട്, അതായത് കൂടെ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഒരുപാട് ക്ലോസ് ആയിട്ട് അടിക്കരുത്, സ്വല്പം മാറ്റി വെച്ചിട്ട്. ഓക്കെ, അപ്പം ഓഫീസിൽ യൂസ് ചെയ്യാം, പിന്നെ പുറത്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഒക്കേഷൻ ഒന്നുമില്ല, ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു അക്വാട്ടിക് ഫ്രഷ് പെർഫ്യൂം ആയതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കാലാവസ്ഥ രാവിലെയും ഉച്ചയ്ക്കും ട്രൈ ചെയ്യുക, വൈകുന്നേരം ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, രാത്രിയും ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെയും ഉച്ചയ്ക്കുമാണ്. ആ ഒരു സമയത്ത് മാത്രമേ ചില നോട്ടുകൾ പോപ്പപ്പ് ചെയ്യൂ, പ്രത്യേകിച്ച് ഇത്തരം മറൈൻ ഫ്രഷ്നെസ് തരുന്ന പെർഫ്യൂമിൽ. ഓക്കെ, എൻ്റെ പേര് യൂണിസെക്സാണ്. പെൺകുട്ടികൾക്ക് ഫ്രഷ് മണത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ പെർഫ്യൂം കളക്ട് ചെയ്യുന്നവരാണ്, ഫ്രഷ് പെർഫ്യൂമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഒരു ക്ലീൻ സ്മെല്ലാണ്, നിങ്ങളൊരു ക്ലീൻ ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു ക്ലീൻ ഫ്രഷ് സ്മെല്ല് എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടോപ്പപ്പ് ചെയ്യണം. അത് ഏത് പെർഫ്യൂം ആണെങ്കിലും, പ്രത്യേകിച്ച് ഫ്രഷ് പെർഫ്യൂം ആണെങ്കിൽ കൂടെ ടോപ്പപ്പ് ചെയ്യുക. കാരണം അതിനൊരു പർപ്പസ് ഉണ്ട്, ഇത്ര മണിക്കൂർ വരെയൊക്കെയാണ് അത് നിൽക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്യുക, അത് മറക്കരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്രഷ്, റിച്ച്, ഹൈ ക്ലാസ് സ്മെൽ, അതുപോലെ തന്നെ വളരെ യുണീക്കാണ്. ഔട്ട് ഓഫ് ദ ഷവർ അല്ലെങ്കിൽ കടലിൽ നിന്ന് കുളിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മണം. ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അടിക്കാം, ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. കോംപ്ലിമെന്റ്സ് കിട്ടും, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്, ഇനോഫൻസീവ് ആണ്, യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത മണം. നിങ്ങളുടെ കളക്ഷനിൽ ഡെഫിനറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. അത് വളരെ യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. ഞാനത് യൂണീക്നെസ് എന്ന് പറയാൻ കാരണം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, അപ്പം പറയും, നിങ്ങൾ തന്നെ പറയും, ഓ ഇത് വളരെ യൂണീക്കാണ്. കാരണം കുറേ പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് എനിക്ക് യൂണീക്കായിട്ട് തോന്നുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമിൽ ഒന്നാണ് ഈ ഒരു പെർഫ്യൂം. ബ്ലൈൻഡായിട്ട് വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഫ്രഷ്, ഫ്ലോറൽ, മസ്കി, ഔട്ട് ഓഫ് ദ ഷവർ, അക്വാട്ടിക്, മിനറൽ, ഇതാണ് ശരിക്കും പെർഫ്യൂം. ഒരു സായിപ്പിൻ്റെ മണം. വാങ്ങാൻ താല്പര്യമുള്ളൂ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടേ വാങ്ങും. ബ്ലൈൻഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫുൾ ബോട്ടിൽ വാങ്ങുക. ഇതിൻ്റെ വില ഏകദേശം 10,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്.